എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ജികെ ടെക്സ്റ്റ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ തീരസമതലം എന്ന പാഠമാണ്. ഇന്ത്യൻ തീരസമതലം. ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഗതികളുള്ളത്, മാപ്പിനെ സംബന്ധിച്ചുള്ള ചെറിയ ധാരണയില്ലാതെ നമുക്കിത് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ ഓർത്തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഒരു മാപ്പ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദയവായി സഹകരിക്കുക. നമുക്ക് നോക്കാം. ഇതെല്ലാവർക്കും അറിയാലോ, ഇന്ത്യയുടെ മാപ്പാണ്. നമ്മുടെ കേരളം അടക്കമുള്ള തെക്കൻ ഭാഗത്തിന്റെ മാപ്പ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഈ 9 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യക്ക് എന്തുള്ളത്? തീരദേശമുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് തീരദേശമുള്ള സംസ്ഥാനങ്ങൾ എത്രയാണെന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം 9 അത് ഏതൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് ഈ മാപ്പ് നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചേ പറ്റൂ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇനി ഇന്ത്യയുടെ തീരദേശം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പടിഞ്ഞാറൻ തീരദേശമുണ്ട്, കിഴക്കൻ തീരദേശമുണ്ട്. ഇതാണ് പടിഞ്ഞാറ്. ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറാണ് അഥവാ വെസ്റ്റേൺ ആണെന്നും ഇത് ഇന്ത്യയുടെ സൗത്ത് ആണെന്നും നിങ്ങൾക്കറിയാം. സൗത്തിന്റെ ഈ ഏറ്റവും അറ്റത്തുള്ള മുനമ്പാണ് കേപ്പ് കോമറിൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കേപ്പ് കോമറിൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ കന്യാകുമാരി. അപ്പൊ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയുള്ള ഈ തീരത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരം. അപ്പൊ പടിഞ്ഞാറൻ തീരം പടിഞ്ഞാറാണ്, ഇത് തെക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് തെക്കേ അറ്റമാണ്, ഇത് പടിഞ്ഞാറാണ്. അങ്ങനെ തെക്കേ അറ്റം സൗത്ത്, ഇത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. അപ്പൊ സൗത്ത് വെസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി, ഒരിക്കലും മറക്കരുത്. ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏറ്റവും കൂടുതൽ പെയ്തിറങ്ങുന്നത് എവിടെയാണ്? ഈ ഏരിയയിലാണ്. അതുകൊണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലുള്ള സമതലം ഏത് എന്ന ചോദ്യമുണ്ട്. പടിഞ്ഞാറൻ തീരസമതലം അഥവാ വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ. ഇതാണ് ഈ കാണുന്ന പടിഞ്ഞാറൻ തീര സമതലം. ഇവിടെ ഈ ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ എന്തുണ്ട്? നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകൾ അഥവാ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ നല്ല ഒരു കാലാവസ്ഥ കിട്ടുന്നതും ആവശ്യത്തിന് മഴ കിട്ടുന്നതെല്ലാം നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ടാണ്. ഈ വെസ്റ്റേൺ ഗട്ട്സിനും ഇത് AS എന്ന് പറഞ്ഞാൽ അറേബ്യൻ സീ, അറബിക്കടലാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ അറബിക്കടലാണ്. ഈ അറബിക്കടലിനും വെസ്റ്റേൺ ഗട്ട്സിനും ഇടയിലുള്ള തീരസമതലത്തിന്റെ പേരാണ് പടിഞ്ഞാറൻ തീരസമതലം. അറബിക്കടലിനും വെസ്റ്റേൺ ഗട്ട്സിനും ഇടയിലുള്ള തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഈ തീരസമതലത്തെ താഴ്ത്തപ്പെട്ട തീരസമതലം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ തീരത്തിന് താഴ്ച കൂടുതലാണ്. താഴ്ച കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എവിടെ വന്നത്? നമ്മുടെ ഈ തീരസമതലത്ത് എത്താൻ കാരണം താഴ്ച കൂടുതലാണ്. പോർട്ടുകൾ കൂടുതൽ പണിയാനുള്ള സാധ്യതയുള്ള സമതലം, പോർട്ടുകൾ കൂടുതൽ പണിയാൻ സാധ്യതയുള്ള സമതലം എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രം ആണ്. ഇത് കച്ച്, ഗൾഫ് ഓഫ് കച്ച്, ഗുജറാത്തിലാണ് ഗൾഫ് ഓഫ് കച്ച്. ഇത് കമ്പാത്ത് ഗൾഫ് അഥവാ ഗൾഫ് ഓഫ് കമ്പാത്ത്. ഈ കമ്പാത്ത് എന്ന് പറയുന്ന ഗൾഫും കച്ച് എന്ന് പറയുന്ന ഗൾഫിനും ഇടയിലുള്ള തീരത്തെ വിളിക്കുന്ന പേരാണ് കച്ച് കത്തിയവാർ തീരസമുദ്രം. കച്ച് കത്തിയവാർ തീരസമുദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗൾഫ് ഓഫ് കച്ച് മുതൽ ഗൾഫ് ഓഫ് കമ്പാത്ത് വരെയുള്ള ഏരിയയാണ് എന്ത് വിളിക്കുന്നത്? കച്ച് കത്തിയവാർ തീരസമുദ്രം എന്ന് വിളിക്കുന്നത്. ഇത് ദാമൻ. ദാമൻ ഇതാണ്. ഇത് ഗോവയാണ്. ഇവിടെ എന്തുണ്ട്? മർമ്മഗോവയുണ്ട്. മർമ്മഗോവ മുതൽ ദാമൻ വരെയുള്ള ഏരിയയാണ് എന്ത് പറയുന്നത്? കൊങ്കൺ തീരസമുദ്രം എന്ന് പറയുന്നത്. മർമ്മഗോവ മുതൽ ദാമൻ വരെയുള്ള ഏരിയയ്ക്കാണ് കൊങ്കൺ തീരസമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ. ഇത് കർണാടക തീരസമുദ്രം. കർണാടക ഏരിയ, കർണാടകത്തിന്റെ സ്റ്റേറ്റ് ഭാഗമാണ് വരുന്നത്. മലബാർ തീരസമുദ്രം എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയാണ്. മലബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നില്ല. മലബാർ കോസ്റ്റ് ലൈൻ അഥവാ മലബാർ തീരസമുദ്രം കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയാണ് മലബാർ തീരസമുദ്രം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദ്യോത്തരം എക്സ്പ്ലെയിൻ ചെയ്തുകൂടി പറയാം. ഓക്കെ, ഇതാണ് കിഴക്കൻ തീരസമുദ്രം. സുന്ദർബൻസ് മുതൽ കന്യാകുമാരി വരെയുള്ള ഈ തീരസമതലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കിഴക്കൻ തീരസമതലം എന്ന് വിളിക്കുന്നത്. അത് അങ്ങേയറ്റത്ത് ആര് വരുന്നു? വെസ്റ്റ് ബംഗാൾ വരുന്നു. ഇങ്ങേയറ്റത്ത് തമിഴ്നാട് വരുന്നു. ഈ കന്യാകുമാരി മുതൽ പുലിക്കട്ട് വരെയുള്ള
ആന്ധ്രാപ്രദേശിലെ പുലിക്കട്ട് വരെയുള്ള ഈ ഏരിയയ്ക്കാണ് കൊറോമാൻഡൽ തീരം എന്ന് പറയുന്നത്. കൊറോമാൻഡൽ തീരം എന്ന് പറയുന്നത്. ഇത് ബേ ഓഫ് ബംഗാളാണ്. ബേ ഓഫ് ബംഗാൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒഡീഷ മുതൽ തമിഴ്നാട് വരെ ഇത് കിടപ്പുണ്ട്. ഈസ്റ്റേൺ ഗട്ട്സ് അഥവാ ഈസ്റ്റേൺ ഗട്ട്സ് ഇവിടെ കിടപ്പുണ്ട്. പൂർവ്വഘട്ടം ഒഡീഷ മുതൽ തമിഴ്നാട് വരെ എന്തുണ്ട്? ഈസ്റ്റേൺ ഗട്ട്സ് അഥവാ പൂർവ്വഘട്ടം കിടപ്പുണ്ട്. പൂർവ്വഘട്ടത്തിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലുള്ള തീര സമതലത്തിന്റെ പേരാണ് ഈസ്റ്റേൺ തീരസമതലം അഥവാ കിഴക്കൻ തീര സമതലം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ കിടക്കുന്ന തീരസമതലത്തെ നമ്മൾ കിഴക്കൻ തീരസമതലം എന്ന് വിളിക്കുന്നു. ഈ തീരസമതലത്തിന്റെ ഈ ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ ഭാഗവും ഒഡീഷയുടെയും വെസ്റ്റ് ബംഗാളിന്റെയും തീരം ഉൾപ്പെടെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് നോർത്തേൺ സിർക്കാസ്. നോർത്തേൺ സിർക്കാസ് എന്ന് വിളിക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ വടക്കു ഭാഗവും ഒഡീഷയും വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്ന തീരത്തെ വിളിക്കുന്ന പേരാണ് നോർത്തേൺ സിർക്കാസ്. നോർത്തേൺ സിർക്കാസ്. ഒഡീഷ തീരത്തിന് വിളിക്കുന്ന വേറൊരു പേരാണ് ഉത്കൽ പ്ലെയിൻ. ഉത്കൽ എന്ന് പറയുന്നത് ഒഡീഷയുടെ പഴയ പേരാണ്. ഉത്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഇവിടെയാണ് നമ്മുടെ ലോക പ്രശസ്തമായ ചിൽക്ക തടാകം. ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെ ഒന്നാമത്തെയുമായ ലവണ ജല തടാകമാണ് ചിൽക്ക തടാകം. അത് വരുന്നത് ഒഡീഷ തീരത്താണ്. അത് ഒരു ലഗൂണാണ്. നമ്മുടെ കായൽ പോലുള്ള ഒരു സംഗതിയാണ് ഈ ചിൽക്ക തടാകം. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകവുമാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും അധികം കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവ. നമ്മളിപ്പോൾ മാപ്പിൽ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം ഗുജറാത്ത്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഗോവ. ഒരു കുഞ്ഞിപ്പാട്ട് പാടാം. ഗുജ ഏടത്തി ഗാവ അനുജത്തി തീരം വിധം വെച്ചു. ഗുജ ഏടത്തി ഗാവ അനുജത്തി തീരം വിധം വെച്ചു. ചുമ്മാ ഒന്ന് പാടി പഠിച്ചോളൂ, ഒരു കാലത്ത് മറക്കില്ല. ഗുജ ഏടത്തി ഗാവ അനുജത്തി തീരം വിധം വെച്ചു. അടുത്ത ചോദ്യം, കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയാണ് കടൽ തീരമില്ലാത്ത ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം. പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കടൽ തീരമില്ലാത്ത ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനം തെലങ്കാന. ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. തീരമില്ലാത്ത ആനയിൽ. തീരമില്ലാത്ത ആന തെലങ്കാന. തീരമില്ലാത്ത ആന തെലങ്കാന. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. നമ്മൾ മാപ്പിനകത്ത് കാണിച്ചു തന്നാണ് 9. കടൽ തീരമുള്ള കേരള ജില്ലകൾ 9. കേരളത്തിലെ 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. വയനാടിനും ഇടുക്കിക്കും പാലക്കാടിനും എന്തില്ല? കടൽത്തീരമില്ല. കോട്ടയത്തിനും പത്തനംതിട്ടയ്ക്കും കടൽത്തീരം ഇല്ല. കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൊല്ലം. എന്നാൽ കണ്ണൂരിന്റെയും ആലപ്പുഴയുടെയും കടൽത്തീര ദൈർഘ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് 82 കിലോമീറ്റർ ആണെന്ന വിചിത്രമായ കാര്യങ്ങൾ ഓർക്കണം. ഈ കണ്ണൂരും കൊല്ലവും കടൽത്തീരം കൂടുതലുള്ള ജില്ലയും കുറവുള്ള ജില്ലയും ഓർത്തിരിക്കാൻ ഒരു ചെറിയ ടിപ്പ് പറയാം. ഏട്ടൻ, കണ്ണൻ, അനിയത്തി, കോമൺ. കണ്ണൂരിന്റെ കോഡ് കണ്ണൻ, കൊല്ലത്തിന്റെ കോഡ് കോമൺ. കൊല്ലം എങ്ങനെ കോമളായെന്ന് കാണിക്കാം. കൊല്ലത്തിന്റെ KO എടുത്തു, ഈ M എടുത്തു, ഈ A എടുത്തു, ഈ L എടുത്തു, കോമൺ. അങ്ങനെ കൊല്ലത്തിന്റെ കോഡാണ് കോമൺ. അടുത്ത ചോദ്യം, പശ്ചിമ തീരം അഥവാ പടിഞ്ഞാറൻ സമതലത്തിന്റെ പ്രത്യേകത. പശ്ചിമ തീര സമതലത്തിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ഇത് നിങ്ങൾ ഉറപ്പായും പഠിച്ചേ പറ്റും. ഈ 6 പോയിന്റുകൾ നിങ്ങൾ ഉറപ്പായും പഠിച്ചേ പറ്റും. ഒന്ന്, പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ മാപ്പ് ഉപയോഗിച്ച് കൃത്യമായിട്ട് പറഞ്ഞതാണ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് പശ്ചിമതീര സമതലം സ്ഥിതി ചെയ്യുന്നത്. 2, താഴ്ന്നുപോയ സമതലം. താഴ്ന്നുപോയ സമതലത്തിന് ഉദാഹരണമാണ് പശ്ചിമതീര സമതലം. അത് ഓർത്തിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞതാണ്. എന്താണ്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പശ്ചിമ തീരത്ത് വരാൻ കാരണം താഴ്ന്നുപോയ സമതലമായതുകൊണ്ടാണ്. കപ്പലിലേക്ക് അടുക്കാൻ പറ്റുന്ന ആഴമുള്ളതുകൊണ്ടാണ്. 3, കായലുകളും അഴിമുഖങ്ങളും കാണുന്നു. പശ്ചിമ തീരത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം കായലുകളുണ്ട്, അഴിമുഖങ്ങളുണ്ട്.
അത് പശ്ചിമ തീരത്തിന്റെ പ്രത്യേകതയാണ്. കിഴക്കൻ തീരത്ത് കായലുകളും അഴിമുഖങ്ങളും കാണുന്നില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അത് നമ്മൾ മാപ്പിലൂടെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്കും പടിഞ്ഞാറുമായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം കിടക്കുന്നത്. അവിടെയാണ് എന്തുണ്ടാകുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് ഉണ്ടാകും. കിഴക്കൻ തീരപ്രദേശത്തെ അപേക്ഷിച്ച് വീതി കുറവ്. കിഴക്കൻ തീരപ്രദേശത്തെ അപേക്ഷിച്ച് വീതി കുറവ്. നമ്മൾ മാപ്പിൽ കാണിച്ചു തന്നു. കിഴക്കൻ തീരപ്രദേശത്ത് വീതി കൂടുതലാണ്, പടിഞ്ഞാറ് വീതി കുറവാണ്. ഇവിടുത്തെ നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ കിഴക്കൻ തീരസമതലത്തിന് നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. അടുത്തത് കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതകൾ. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകതകൾ പോലെ തന്നെ കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആവർത്തിക്കുന്ന ചോദ്യം. ഈ 6 പോയിന്റാണ് പഠിച്ചു വെക്കുന്നത്. ഒന്ന്, ഗംഗാ ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു. ഗംഗാ ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ അഥവാ പശ്ചിമ ബംഗാൾ മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീര സമുദ്രം. പൂർവ്വഘട്ടത്തിലും ബംഗാൾ ഉൾക്കടലും ഇടയിൽ സ്ഥിതി ചെയ്യും. വടക്കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലാണ്. വടക്കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലാണ്. ഇവിടുത്തെ നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. പടിഞ്ഞാറൻ നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. പടിഞ്ഞാറൻ തീരത്തേക്കാൾ വീതി കൂടുതലാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പടിഞ്ഞാറൻ തീരത്തേക്കാൾ വീതി കൂടുതലാണ് കിഴക്ക്, പടിഞ്ഞാറൻ വീതി കുറവാണ്. ഉയർത്തപ്പെട്ട തീരത്തിന്റെ ഉദാഹരണമാണ് കിഴക്കൻ തീര സമുദ്രം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ പൂർണ്ണമാകും. നന്ദി.